അടുത്ത മറ്റൊരു സാഹിത്യാചാര്യ പാർട്ട് 2 പേപ്പർ 5 47 പേജിലുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഇനി നോക്കേണ്ടത്. 18 ക്വസ്റ്റ്യൻ. महाकाव्य किसे कहते हैं? महाकाव्य के लक्षणों या विशेषताएं लिखकर उसके अंगों का परिचय दीजिए या महाकाव्य के तत्वों का परिचय दीजिए. प्रबंध काव्य के भेदों में एक है महाकाव्य. इसका क्षेत्र विस्तृत होता है. उसमें जीवन की अनेक रूपता दिखाई जाती है. പ്രബന്ധകാവ്യം എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ടുള്ള തുടക്കം മുതൽ അവസാനം വരെ കഥാരൂപത്തിലുള്ള കാവ്യം, അതാണ് പ്രബന്ധകാവ്യം. അതിൻ്റെ പല പിരിവുകളിൽ ഒന്നാണ് മഹാകാവ്യം. ഇതിൻ്റെ മേഖല വിസ്തൃതമാണ്. ജീവിതത്തിലുള്ള അനേക രൂപങ്ങൾ ഒരു മഹാകാവ്യത്തിൽ കാണും. മഹാകാവ്യ സർഗബദ്ധ രചന ഹെ. മഹാകാവ്യം എപ്പോഴും സർഗത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള രചനയാണ്. സർഗം എന്ന് പറഞ്ഞാൽ അധ്യായം എന്നർത്ഥം. മഹാകാവ്യത്തിൻ്റെ അധ്യായങ്ങളെ അല്ലെങ്കിൽ കാവ്യങ്ങളുടെ അധ്യായങ്ങളെ സർഗമെന്നാണ് പറയുക. ये सर्ग വിഭിന്ന വൃത്താന്ത് വാലെ ഏവം വിസ്തൃത ഹോത്തെ ഹെ. ഈ സർഗങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളതും വിസ്തൃതവുമാണ്. उसका कथानक इतिहास प्रसिद्ध अथवा किसी महात्मा सज्जन व्यक्ति के वास्तविक जीवन पर आश्रित होता है. ഇതിലെ കഥാവസ്തു ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഏതെങ്കിലും കഥയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാപുരുഷൻ്റെയോ ഏതെങ്കിലും സദ്വ്യക്തികളുടെയോ യഥാർത്ഥ ജീവിതത്തെ ആശ്രയിച്ചിട്ടുള്ളതായിരിക്കും. ഉസ്മേ നഗർ വൻ പർവ്വത സൂര്യ ആശ്രം ആദി കാ വർണ്ണൻ ഹോത്താ ഹെ. ഇതിൽ നഗരം, വനങ്ങൾ, പർവ്വതം, സൂര്യൻ, ആശ്രമം ഇവയെ പറ്റിയൊക്കെ വർണ്ണിച്ചിട്ടുണ്ടായിരിക്കും. മഹാകാവ്യക്ക് ഏക് സർഗമേ ഏക് ഹി ഛന്ദ് ഹെ. മഹാകാവ്യത്തിൻ്റെ ഒരു സർഗത്തിൽ ഒരു വൃത്തം ഉണ്ടായിരിക്കും. അവർ അന്തുമേ വോ ഛന്ദ് ബദൽത്താ ഹെ. എന്നിട്ട് ആ സർഗത്തിൻ്റെ അവസാന ഭാഗം എത്തുമ്പോൾ വൃത്തത്തിന് മാറ്റം ഉണ്ടാകുന്നു. ജോ അകലേ സർഗ കാ ഛന്ദ് ഹോത്താ ഹെ. അത് അടുത്ത അധ്യായത്തിലെ ഛന്ദായിരിക്കും. അവസാനിക്കുന്ന സമയത്ത് ആ വൃത്തം മാറുകയും ആ വൃത്തം അടുത്ത ഛന്ദിൽ അടുത്ത സർഗത്തിൽ ആകമാനം ഉപയോഗിക്കുകയും ചെയ്യും. महाकाव्य में श्रृंगार, वीर और करुण रसों में से किसी एक रस की प्रधानता रहती है. മഹാകാവ്യത്തിൽ ശൃംഗാരം, വീരം, കരുണരസം, അതുപോലെ ഇതിലേതെങ്കിലും ഒരു രസത്തിനാണ് പ്രാധാന്യം. उसमें विश्वविख्यात नायक के नाम से धर्म, अर्थ, काम, मोक्ष चतुर्वर्ग की प्राप्ति दिखाई जाती है. മഹാകാവ്യത്തിൻ്റെ ഉദ്ദേശമുണ്ട് ചതുർവർഗ കി പ്രാപ്തിയാണ്. 4 കാര്യങ്ങൾ നായകൻ നേടിയെടുക്കുന്നതാണ്. ഏതൊക്കെയാണ്? ധർമ്മ, അർത്ഥ, കാമ, മോക്ഷങ്ങൾ. ഇസ്മേ മംഗളാചരൺ അവർ വസ്തു നിർദ്ദേശ ഹോത്തെ ഹെ. തുടക്കത്തിൽ മംഗളാചരൺ കാണും, ഈശ്വരനോടുള്ള ഒരു പ്രാർത്ഥന, സ്തുതിയൊക്കെ ഉണ്ടാകും. ഇത് നേരത്തെ ഏതോ ഒരു രസയിൽ വന്നിട്ടുണ്ട്. അതുപോലെ വസ്തു നിർദ്ദേശ്, അടുത്ത ഭാഗത്തേക്കുള്ള കഥകളുടെ ഒരു സൂചനയും കിട്ടും. മഹാകാവ്യ കാ പ്രാരംഭ സംസ്കൃത സേ കിയാ ജാത്താ ഹെ. മഹാകാവ്യങ്ങൾ സംസ്കൃതം ഭാഷ ഉപയോഗിച്ചിട്ടാണ് അത് തുടങ്ങുന്നത്. സംസ്കൃത ഭാഷയിലാണ് അത് തുടങ്ങുന്നത്. ഉസ്മേ തദ്ഭവ് ഔർ തത്സം പ്രാകൃതവും കാ പ്രയോഗ് നഹി ഹോന ചാഹി. അതിൽ സംസ്കൃത പദങ്ങളെയും അതുപോലെ സംസ്കൃത പദത്തിൽ നിന്ന് എടുത്ത വാക്കുകളോ അല്ലെങ്കിൽ പ്രാകൃത വാക്കുകളോ ഉപയോഗിക്കാൻ പാടില്ല. महाकाव्य का नायक धीरोदात्त गुणों से संपन्न उत्तम वंश का पुरुष या देवता होता है. മഹാകാവ്യത്തിൻ്റെ നായകൻ ധീരോദാത്ത് ഗുണങ്ങൾ നിറഞ്ഞിട്ടുള്ള, ധീരോദാത്ത് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് മറ്റൊരു ഭാഗത്ത് പറയും കേട്ടോ. അങ്ങനെ ഉത്തമ വംശത്തിലുള്ള പുരുഷനോ ദേവനോ ആയിരിക്കണം. ഉസ്മേം പാത്രോം കി സംഖ്യ അധിക ഹോത്തി ഹെ.
കാവ്യത്തിൽ കഥാപാത്രങ്ങളുടെ എണ്ണം വളരെ കൂടുതലുമായിരിക്കും. മഹാകാവ്യമേ കംസേ കം 8 സർഗ് ഹോത്തേ ഹെ. മഹാകാവ്യത്തിൽ മിനിമം 8 സർഗങ്ങളുണ്ടായിരിക്കും. കഹീം കഹീം ദുഷ്ടോं की निंदा और सज्जनों का गुणकीर्तन भी रहता है. മഹാകാവ്യത്തിൽ ചിലയിടങ്ങളിൽ ദുഷ്ടന്മാരെ കുറ്റപ്പെടുത്തി പറഞ്ഞിരിക്കും. ചിലയിടത്ത് സജ്ജനങ്ങളുടെ ഗുണങ്ങളെപ്പറ്റിയും അവരുടെ ഗുണകീർത്തനങ്ങളെപ്പറ്റിയും ഉണ്ടാവും. സംക്ഷേപമേ കഹേं तो ऐसा काव्य जिसमें सर्गबद्धता से महत्वपूर्ण घटनाओं या जीवन की समग्रता का वर्णन किया जाता है उसे മഹാകാവ്യ कहते हैं. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ളൊരു കാവ്യമാണ്. അതിൽ സർഗബദ്ധത ഉണ്ടാവും എന്ന് പറഞ്ഞാൽ സർഗത്തിൽ പല അധ്യായങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട സംഭവങ്ങളോ ജീവിതത്തിൻ്റെ സമ്പൂർണതയോ വർണ്ണിക്കപ്പെട്ടിരിക്കും. അതിനെയാണ് മഹാകാവ്യം എന്ന് പറയുന്നത്. ഉപയുक्त विवरण से महाकाव्य में आए नायक कथावस्तु वर्णन छंद रस आदि की विशेषताओं का स्पष्टीकरण हो जाता है. इसे 7 भागों में ഇവിടെ ഇസേ എന്ന് എഴുതണം കേട്ടോ. ഇസേ 7 ഭാഗോं में व्यवस्थित कर सकते हैं. മുകളിൽ പറഞ്ഞ വിവരണങ്ങളിൽ വച്ചുകൊണ്ട് മഹാകാവ്യത്തിൽ വരുന്ന നായകൻ, കഥാവസ്തു, അതിൽ എന്തെല്ലാം വർണ്ണിച്ചിട്ടുണ്ട്, ഛന്ദ് എന്താണ്, രസ് എന്താണ്, ഇവയുടെയൊക്കെ വിശേഷതകളെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് 7 ഭാഗങ്ങളായിട്ട് തരംതിരിച്ച് വയ്ക്കാം. ഒന്ന് കഥാവസ്തു, ഉസ്കാ സംഘടൻ, പിന്നെ നായക്, രസ്, ഛന്ദ്, വർണ്ണൻ, നാം और ഉദ്ദേശ്. ഇങ്ങനെ 7 പോയിൻ്റായിട്ടാണ് തരംതിരിച്ച് വയ്ക്കുക. ഇപ്പോൾ ഒരു 5 മാർക്കിനോ മറ്റോ ചോദിച്ചാൽ ഇതുവരെ അങ്ങോട്ട് എഴുതിയാലും മതി കേട്ടോ. ഈ ഒരു ഖണ്ഡിക എഴുതിയാലും മതി, ഈ 2 ഖണ്ഡിക കേട്ടോ. कथावस्तु महाकाव्य की कथा विस्तृत तथा पूर्ण जीवन गाथा होती है जिसे 8 से अधिक सर्गों में संगठित होना चाहिए. മഹാകാവ്യത്തിൻ്റെ കഥ വിശാലമായിട്ടുള്ള കഥയായിരിക്കണം. ഉദാഹരണത്തിന് മഹാഭാരതമോ രാമായണമോ ഒക്കെ എടുത്തു നോക്കൂ. അതിലുള്ള കഥ എത്ര വിശാലമാണ്. അതെല്ലാം പൂർണ്ണ ജീവൻ ഗാഥ ഹോത്തി ഹെ. അതിലുള്ള സംഭവങ്ങളുടെ, കഥാപാത്രങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള ജീവിതഗാഥയും അതിലുണ്ടാവും, ജീവിത കഥകളും ഒക്കെ അതിലുണ്ടാവും. 8 സർഗത്തിൽ കൂടുതലുള്ള, അല്ലെങ്കിൽ 8 സർഗത്തിൽ കൂടുതൽ, അല്ലെ 8 से अधिक സർഗോं में സംഘടിത ഹോന ചാഹി. ഈ വിശാലമായിട്ടുള്ള കഥയെ 8ൽ കൂടുതൽ സർഗങ്ങളിൽ എന്ത് ചെയ്യണം, വയ്ക്കണം, അല്ലെങ്കിൽ ചിട്ടയായിട്ട് അങ്ങനെ 8ൽ കൂടുതൽ സർഗത്തിൽ അത് ഉൾപ്പെടുത്തണം. कथा का आरंभ ആശീർവചൻ മംഗളാചരൺ ആദി സേ ഹോന ചാഹിയെ. തുടക്കം ആശീർവചനവും മംഗളാചരണവും ഒക്കെ ഉണ്ടാവണം. മംഗളാചരണം എന്ന് പറഞ്ഞാൽ ഈ എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മംഗളം പറയില്ല. ആശീർവചനം എന്ന് പറയുമ്പോഴത്തേക്ക് ദേവീ ദേവന്മാരെ സ്തുതിച്ചുകൊണ്ടൊക്കെ അവരുടെയൊക്കെ ആശീർവാദം കിട്ടണം. എങ്കിൽ മാത്രമേ ഈ മഹാകാവ്യത്തെ പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്തുതിക്കും. സർഗ് കെ അന്ത് മേ ആഗാമി സർഗ് കി കഥ കി സൂചന ഹോനി ചാഹിയെ. ഒരു സർഗത്തിൻ്റെ അവസാന ഭാഗത്ത് ഇനി വരാൻ പോകുന്ന സർഗത്തിൻ്റെ കഥയുടെ ഒരു സൂചന കിട്ടണം. മഹാകാവ്യ കി കഥ ഇതിഹാസ് സേ യാ കിസി മഹാപുരുഷ് സജ്ജൻ കി വാസ്തവിക ജീവൻ ഗാഥ കെ ആധാർ പർ ഹോനി ചാഹിയെ. മഹാകാവ്യത്തിൻ്റെ കഥ ചരിത്രത്തിൽ നിന്നെടുത്തതോ അല്ലെങ്കിൽ ഏതെങ്കിലും മഹാപുരുഷൻ്റെയോ സജ്ജനത്തിൻ്റെയോ യഥാർത്ഥ ജീവിതഗാഥയെ ആസ്പദമാക്കി ആയിരിക്കണം. അതാണ് മഹാകാവ്യത്തിൻ്റെ നായകൻ, അല്ലെങ്കിൽ നായകനല്ല, കഥാവസ്തു അങ്ങനെ ആയിരിക്കണം. ഒന്നുകിൽ അത് ചരിത്രത്തിൽ നിന്ന് എടുത്തിരിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും മഹാപുരുഷൻ്റെയോ നല്ല സദ്വ്യക്തികളുടെയോ യഥാർത്ഥ ജീവിത കഥയെ ആസ്പദമാക്കി ആയിരിക്കണം. ഇനി മഹാകാവ്യത്തിൻ്റെ നായകൻ ആരാണെന്ന് നോക്കാം. നായക്. महाकाव्य का नायक कोई देवता उच्चकुल में उत्पन्न हुए क्षत्रिय अथवा ഇവിടെ ഒരു വാക്കൂടെ ചേർക്കുന്നത്, ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന വാക്ക് കേട്ടോ.
ഉത്തം വംശെന്നോ अथवा उत्तम वंश में उत्पन्न हुए राजा और अनेक वंशों में उत्पन्न राजा हो सकते हैं. ഇവിടെ ഉത്പന്ന അല്ല ഉത്തമ വംശോമേം എന്നാക്കിയ കൊള്ളാം. മഹാകാവ്യത്തിൻ്റെ നായകൻ ഏതെങ്കിലും ദേവനാവാം, ഉയർന്ന കുടുംബത്തിൽപ്പെട്ടവനാകാം, ക്ഷത്രിയ വംശത്തിലോ ഉന്നത കുലജാതനോ ആയിരിക്കാം, അല്ലെങ്കിൽ അനേക വംശങ്ങളിൽ മറ്റ് പല വംശങ്ങളിലായിട്ട് ജനിച്ച രാജാക്കന്മാരോ ഒക്കെ ആവാം. നായക് മേ ധീരോദാത്ത് ഗുണോ കാ സമാവേശ് ഹോനാ ചാഹിയെ. ധീരോദാത്ത് ഗുണം, ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുണങ്ങളൊക്കെയാണ് ധീരോദാത്ത് ഗുണങ്ങൾ. അത് എടുത്ത് വേറൊരു അധ്യായത്തിൽ പറയും. ऐसे व्यक्ति का चरित्र निश्चय ही समाज में सद्वृत्तियों का विकास करने वाला और दुर्वृत्तियों का विनाश करने वाला होगा. ഇത്തരത്തിലുള്ള വ്യക്തികളുടെ ക്യാരക്ടർ തീർച്ചയായിട്ടും സമൂഹത്തിൽ നല്ല സ്വഭാവങ്ങളുടെ വികാസത്തിന് ഉപകരിക്കും. സമൂഹത്തിൽ നല്ല സ്വഭാവങ്ങൾ ജനങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു അവസ്ഥയുണ്ടാക്കും. അതുപോലെ ദുർവൃത്തികളുടെ വിനാശവും ഉണ്ടാക്കും. അടുത്ത രസ്. महाकाव्य में सभी रसों का वर्णन आवश्यक है. മഹാകാവ്യത്തിൽ എല്ലാ തരത്തിലുള്ള രസങ്ങളും അല്ലെങ്കിൽ രസങ്ങളുടെ വർണ്ണനയും ആവശ്യമാണ്. परंतु कथावस्तु और चरित्र में निश्चित एवं क्रमबद्ध विकास के लिए श्रृंगार, वीर और शांत इन तीनों रसों में से एक रस का प्रधान होना आवश्यक माना गया है. എല്ലാ രസങ്ങളും നവരസങ്ങളും നമുക്ക് കഥാവസ്തുവിൽ ഉൾപ്പെടുത്താം. പക്ഷേ കഥാവസ്തുവിനും അതുപോലെ സ്വഭാവത്തിൻ്റെ ക്യാരക്ടറിലെ അവരുടെ അതിലൊരു നിശ്ചിത ക്രമബദ്ധത കിട്ടാനും ശൃംഗാരം, വീരം, ശാന്തം ഇതിലേതെങ്കിലും ഒരു രസത്തെ പ്രധാന രസമായിട്ട് കണക്കാക്കേണ്ടത് അനിവാര്യമാണ്. അന്യരസ് ഗൗണരൂപമേ ആനേ ചാഹിയെ. മറ്റുള്ള രസം അത്ര പ്രധാനമാവണമെന്നില്ല, പ്രധാനം അല്ലാത്തതാണ് ഗൗൺ. इस प्रकार एक महाकाव्य में जीवन की विविध सुख दुखदायी परिस्थितियों का സംഘർഷപൂർണ്ണ ചിത്രം അനിവാര്യ ഹോ ജാത്ത ഹെ. ഇപ്രകാരം ഒരു മഹാകാവ്യത്തിൽ ജീവിതത്തിലെ വിവിധ സുഖദുഃഖകരമായിട്ടുള്ള, സുഖവും ദുഃഖവും നിറഞ്ഞിട്ടുള്ള ചുറ്റുപാടുകളുമായിട്ടുള്ള സംഘർഷപൂർണമായിട്ടുള്ള ചിത്രണം അനിവാര്യമാണ്. അടുത്ത ഛന്ദ്. कथा के विकास और रस प्रवाह की अबाध गति के लिए एक सर्ग में एक ही छंद के प्रयोग का नियम है. കഥയുടെ വികാസത്തിനും അതുപോലെ നവരസങ്ങളുടെ പ്രവാഹവും അബാധഗതിക്ക് വേണ്ടി, നവരസങ്ങളുടെ പ്രവാഹം നിരന്തരം നടക്കാനും ഒരു സർഗത്തിൽ ഒരൊറ്റ ഛന്ദ്, ഒരൊറ്റ വൃത്തത്തെ പ്രയോഗിക്കുക എന്നുള്ള നിയമമാണ് ഉള്ളത്. സർഗക്കെ അന്തമേം ഛന്ദ് ബദൽന ചാഹി. ഒരു സർഗത്തിൻ്റെ അവസാന ഭാഗത്ത് വൃത്തത്തിന് മാറ്റം ഉണ്ടാവാം. ഛന്ദ് ചമത്കാർ, വൈവിധ്യ തഥാ അദ്ഭുത രസിക്ക് നിഷ്പത്തി के लिए किसी एक सर्ग में अनेक छंदों का प्रयोग भी किया जा सकता है. ചില കവികൾക്ക് എന്താണ് വൃത്തത്തിൽ പലതരത്തിലുള്ള അതിശയവും ആശ്ചര്യകരമായിട്ടുള്ള വൃത്ത സംയോജനം കൊടുക്കാനായിട്ട് ചില കവികൾ താല്പര്യപ്പെടും. പിന്നെ വൈവിധ്യം, ഒരു സർഗത്തിൽ തന്നെ ഒരു വൈവിധ്യം കിട്ടാൻ വേണ്ടിയും പിന്നെ അത്ഭുതകരമായിട്ടുള്ള രസം വായനക്കാർക്ക് കിട്ടാനും ഒക്കെ ഒരു സർഗത്തിൽ തന്നെ അനേകം വൃത്തങ്ങളെ പ്രയോഗിക്കുകയും ആവാം എന്നാണ്. അടുത്ത വർണ്ണൻ. महाकाव्य में जीवन के सभी दृश्यों, प्रकृति के विभिन्न रूपों और भावों का वर्णन अनिवार्य है. ഒരു മഹാകാവ്യത്തിൽ ജീവിതത്തിലെ ഒരു മഹാപുരുഷൻ്റെ അല്ലെങ്കിൽ ആ കഥാവസ്തുവിലുള്ള കഥാപാത്രങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ ദൃശ്യങ്ങളെയും അതുപോലെ പ്രകൃതിയിലെ വിഭിന്ന രൂപങ്ങളെയും ഭാവങ്ങളെയും വർണ്ണിക്കേണ്ടത് അനിവാര്യമാണ്. മഹാകാവ്യ കാ പ്രഭാവ് സമാജ് പർ പടേ ബിന നഹി രഹ് സക്ത. കാരണം മഹാകാവ്യത്തിൻ്റെ സ്വാധീനം സമൂഹത്തിൽ ഉണ്ടാകാതെ ഇരിക്കില്ല. എന്ന് പറഞ്ഞാൽ മഹാകാവ്യം എപ്പോഴും
സമൂഹത്തിൽ വളരെയധികം സ്വാധീനം ഉണ്ടാക്കും. അതഹ ഇപ്പം മഹാഭാരതവും രാമായണവും ഒക്കെ എടുത്തു നോക്കുക, അത് സമൂഹത്തിൽ അതിന് വളരെ പ്രാധാന്യമുള്ളതാണ്. അപ്പോൾ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കും സമൂഹത്തിൽ. അതഹ വർണ്ണനവും മേ സജ്ജനവും കി പ്രശംസ और ദുർജനവും കി നിന്ദ കാപ്പി വിധാൻ ഹെ. അതുകൊണ്ട് വർണ്ണനകളിൽ സജ്ജനങ്ങളെ പ്രശംസിച്ചും ദുർജനങ്ങളെ നിന്ദിച്ചും വർണ്ണിക്കാനുള്ള ഒരു രീതിയാണ്, വർണ്ണിക്കാനുള്ള രീതി നിലവിലുണ്ട്. ജിസ്സേക്ക് എന്തിനാണ് അങ്ങനെ സജ്ജനങ്ങളെ പ്രശംസിക്കുകയും ദുർജനങ്ങളെ നിന്ദിക്കുകയും ചെയ്യുന്നത്? സമാജ് കെ ഭീതർ സദ്ഭാവന കെ വികാസ് കി ചേതന കെ സംസ്കാർ ബനത്തെ और ഗഹരാത്തെ ജായി. സമൂഹത്തിൻ്റെ ഉള്ളിൽ സദ്ഭാവനകൾ വികസിക്കണം, സദ്ഭാവനകളുടെ വികാസത്തിൻ്റെ ചൈതന്യത്തിൻ്റെ സംസ്കാരം ഉണ്ടാവണം. ആ സംസ്കാരം ആഴത്തിൽ വേരോടുകയും ചെയ്യണം. ജനങ്ങളിൽ സദ് സ്വഭാവങ്ങളുടെ സദ്ഗുണങ്ങളുടെ ഒരു സദ്ഗുണങ്ങൾ ആഴത്തിൽ വേരുറയ്ക്കാൻ വേണ്ടി ഇത്തരത്തിൽ നല്ല കഥാപാത്രങ്ങളെ പ്രശംസിക്കുകയും ദുർജനങ്ങളെ നിന്ദിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. നാം ഒരു മഹാകാവ്യത്തിന് പേര് കൊടുക്കണ്ടേ, അതാണ്. महाकाव्य का नाम कवि नायक या कथा तत्व के आधार पर होता है. കവിയുടെ പേരാവാം, നായകൻ്റെ പേരാകാം, അതിൽ പറഞ്ഞിരിക്കുന്ന മുഖ്യ കഥയെ ആസ്പദമാക്കിയിട്ടും പേര് കൊടുക്കാം. इसके द्वारा या तो नायक या कवि या मुख्य घटना अथवा प्रतिपाद्य का ज्ञान हो सकता है. അപ്പം അത് വെച്ചുകൊണ്ട് ആ ഹെഡിങ് കണ്ടാൽ തന്നെ നമുക്കൊന്നിൽ നായകൻ ആരാണ്, കവി ആരാണ്, അല്ലെങ്കിൽ മുഖ്യ സംഭവം എന്താണ്, അല്ലെങ്കിൽ പ്രതിപാദ്യം എന്താണ്, ഇതിനെപ്പറ്റിയുള്ള അറിവ് നമുക്ക് കിട്ടും. ख्यात वृत्त होने के कारण उसके संबंध के भाव हमारे भीतर पहले ही से बने होते हैं जो वर्णन के द्वारा जागृत हो जाते हैं. ഖ്യാത് വൃത്ത് എന്നാണ് എന്ന് പറഞ്ഞാൽ പേരെടുത്ത കാര്യം, അല്ലെങ്കിൽ പേരെടുത്ത ഒരു എന്താണ് ഖ്യാതിയുള്ള കീർത്തിയുള്ള ഒരു പേരാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഭാവം നമ്മുടെ ഹൃദയത്തിൽ ആദ്യമേ തന്നെ ഉണ്ടാവുകയും അത് വർണ്ണനയിലൂടെ ഉണരുകയും ചെയ്യും. അടുത്ത ഉദ്ദേശ്യ. മഹാകാവ്യ കാ ഉദ്ദേശ്യ ചതുർവർഗ്, അതായത് ധർമ്മ അർത്ഥ കാമ മോക്ഷ की प्राप्ति मानी गई है. इन उद्देश्यों की प्राप्ति के लिए संघर्ष, साधना, चरित्र विकास, उच्च गुण आदि आवश्यक है. അപ്പോൾ ഈ 4 മാർഗത്തിലൂടെ ഒരു കഥാപാത്രം, മെയിൻ കഥാപാത്രം മുന്നോട്ട് പോകണം. ഈ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് നായക കഥാപാത്രം മറ്റുള്ളവരോട് ചെയ്യണം, സംഘർഷം നടത്തേണ്ടി വരും. ഇപ്പം രാമൻ ആരോട് സംഘർഷം നടത്തി? രാവണനോട്. അതുപോലെ സാധന, പിന്നെന്താണ്, രാവണനെ കൊല്ലാൻ വേണ്ടി എന്ത് ചെയ്തു? ഭഗവതിയെ, എന്താണ്, ദുർഗാദേവിയെ ശ്രീരാമൻ ആരാധിച്ചിട്ടുണ്ട്, അതാണ്. ചരിത്ര വികാസ്, അതിലൂടെ ആ ക്യാരക്ടറിൻ്റെ സ്വഭാവത്തിന് ഡെവലപ്മെൻ്റ് ഉണ്ടാവും, ഉച്ച ഗുണങ്ങളുണ്ടാകും. അപ്പോൾ ഇതെല്ലാം ആവശ്യമാണെന്നാണ്. ഇൻകാ ചിത്രൻ വിഭിന്ന പരിസ്ഥിതിയും കി പൃഷ്ഠഭൂമി മേ കിയാ ജാത്താ ഹെ. ഇവയൊക്കെ പറ്റി ചിത്രീകരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചുറ്റുപാടുകളുടെ പശ്ചാത്തലത്തിലായിരിക്കണം. അതേവ മഹാകാവ്യ ഏക യുഗ പ്രവർത്തനകാരി സംഘർഷ ചിത്രൻ യാ സാംസ്കൃതിക് ഉദ്ഘാടൻ കാ മഹാൻ കാര്യ കർത്താ ഹെ. അതുകൊണ്ട് മഹാകാവ്യം യുഗ പ്രവർത്തനകാരി സംഘർഷ ചിത്രനാണ്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ എപ്പോഴും കാണുന്ന യുഗാന്തരങ്ങളോളമായിട്ട് നിലനിൽക്കുന്ന ചില സംഘർഷത്തെ ചിത്രീകരിക്കുകയും അല്ലെങ്കിൽ സാംസ്കാരികമായിട്ടുള്ള കാര്യങ്ങളെ വെളിവാക്കാനുള്ള മഹത്തായ കാര്യവും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഏക ലോകപ്രിയ മഹാൻ വ്യക്തിത്വക്ക ചിത്രം കർത്താ ഹെ, അല്ലെങ്കിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ഏതെങ്കിലും മഹത് വ്യക്തിയുടെ സ്വഭാവത്തെ അവിടെ ചിത്രീകരിക്കുന്നതിലൂടെ ആ ഉദ്ദേശ്യത്തെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. ഉപയുक्त विशेषताओं को लेकर लिखा गया महाकाव्य वास्तव में വിശ്വവിഖ്യാത രചന होने का गौरव रखता है. അപ്പോൾ മുകളിൽ പറഞ്ഞ വിശേഷതകളെ ആസ്പദമാക്കി എഴുതപ്പെട്ട മഹാകാവ്യം യഥാർത്ഥത്തിൽ വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു രചനയായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല.
ഇതൊക്കെ ഒന്ന് പിന്നെ ശ്രദ്ധിക്കേണ്ട വൺ വേർഡൊക്കെ ചിലപ്പോൾ ചോദിക്കാം. മഹാകാവ്യ के चार महान तत्व तथा चार वर्ग. महाकाव्य के चार महान तत्व: महान कथानक, महान चरित्र, महान संदेश, महान शैली. महाकाव्य के चार वर्ग: कथा प्रधान महाकाव्य, चरित्र प्रधान महाकाव्य, भाव प्रधान महाकाव्य, अलंकृति പ്രധാൻ മഹാകാവ്യ. ഇതൊക്കെ പേര് 2 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. പേരൊക്കെ ഒന്ന് നോക്കി വയ്ക്കും. ഇനി നമ്മൾ വായിച്ചത് തന്നെ ആ കാര്യം ഒന്നുകൂടി ചുരുക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ വന്നല്ലോ മഹാകാവ്യ സംബന്ധമായിട്ട് പാശ്ചാത്യരുടെയും ഭാരതീയരുടെയും അഭിപ്രായം എന്താണെന്നുള്ളത് ഒന്ന് ചുരുക്കിയിട്ട് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാവും. बंध की दृष्टि से श्रव्य काव्य के 2 भेद होते हैं, प्रबंध और मुक्तक. प्रबंध में पद्यों के बीच में तारतम्य रहता है, पर मुक्तक में पद्य अपने आप में स्वतंत्र होते हैं. प्रबंध में कथानक के अनुरूप पद्य श्रृंखला में बंधे रहते हैं. उन पद्यों के क्रम को उलटने पलटने से कथा की श्रृंखला टूट जाती है. प्रबंध काव्य के भी 2 भेद है, एक महाकाव्य और दूसरा खंडकाव्य. महाकाव्य का क्षेत्र विस्तृत होता है, उसमें जीवन की अनेक रूपता दिखाई जाती है. इसके विपरीत खंडकाव्य का क्षेत्र सीमित रहता है. खंडकाव्यത്തിൻ്റെ മേഖല വളരെ ചെറുതായിരിക്കും. और जीवन की एक रूपता का वर्णन रहता है. ജീവിതത്തിലെ ഏതെങ്കിലും ഒരു രൂപത്തെ, ഒരു ഭാഗത്തെ മാത്രമേ അതിൽ വർണ്ണിക്കുകയുള്ളൂ. മഹാകാവ്യക്ക് ഭാരതീയ ലക്ഷൺ നേരത്തെ പറഞ്ഞതിനെ ഒന്ന് ചെറിയ പോയിൻ്റാക്കി എഴുതിയിരിക്കുന്നു, അത്രയേ ഉള്ളൂ. महाकाव्य कुछ प्रमुख शास्त्रीय लक्षण निम्न प्रकार से है. एक सर्गों में बंधा रहता है. महाकाव्य में कम से कम 8 सर्ग होते हैं. इसका नायक धीरोदात्त गुणों से संपन्न उत्तम वंश का पुरुष या देवता होता है. इसमें पात्रों की संख्या अधिक होती है. महाकाव्यത്തിലെ കഥാപാത്രങ്ങളുടെ എണ്ണം കൂടിയിരിക്കണം. श्रृंगार, वीर और करुण रसों में से किसी एक रस की प्रधानता रहती है. इसका कथानक इतिहास प्रसिद्ध होता है. इसमें मंगलाचरण और वस्तु निर्देश होते हैं. कहीं कहीं दुष्टों की निंदा और सज्जनों का गुणकीर्तन भी रहता है. അതിന് ഉദാഹരണം എന്താണ്? ഇടയ്ക്ക് ദുഷ്ടജനങ്ങളെ നിന്ദിക്കുകയും സജ്ജനങ്ങളുടെ ഗുണഗണങ്ങളെ പറ്റി പാടുകയും ചെയ്യുന്നു എന്നാണ്. അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് രാമചരിതമാനസം നോക്കിയാൽ അതിൽ ഉണ്ടാവും എന്നുള്ളതാണ്. एक सर्ग में एक ही छंद है और अंत में वह छंद बदलता है, जो अगले सर्ग का छंद होता है. इसमें सूर्य, चंद्रमा, संध्या, प्रातःकाल, पर्वत, ऋतु जैसे प्राकृतिक विषयों का വിശദ വർണ്ണൻ होता है. അപ്പോൾ ഇത് 5-10 മാർക്കിന് മഹാകാവ്യത്തിൻ്റെ ലക്ഷണങ്ങളെ പറ്റി ചോദിച്ചാൽ രണ്ട് ഭാരതീയരുടെ ഭാരതീയരുടെ കാഴ്ചപ്പാടും അതുപോലെ പാശ്ചാത്യരുടെ കാഴ്ചപ്പാടും ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയ എസ്സേക്കുള്ള എസ്സേയാണ് ചോദിച്ചാൽ ഇത് എഴുതാൻ പറ്റും. 15 മാർക്കിന് ചോദിച്ചാലും എഴുതാൻ പറ്റും കേട്ടോ. അത്ര പാശ്ചാത്യ മത സേ മഹാകാവ്യ के निम्नलिखित प्रमुख लक्षण होते हैं. പാശ്ചാത്യർ മഹാകാവ്യത്തിന് താഴെ പറയുന്ന ലക്ഷണങ്ങളാണ് പറയപ്പെടുന്നത്. എന്തൊക്കെയാണ്? യഹ് ബൃഹദാകാർ കാ പ്രകഥനീയ കാവ്യ ഹോത്തി ഹെ. വിശാലമായിട്ടുള്ള ആകൃതിയുള്ള ഒരുപാട് പേജുകളുള്ള നരേറ്റീവായിട്ടുള്ള കാവ്യമാണ്. ഇസ്മേ ജാതീയ ഭാവ പ്രധാൻ ഹോത്താ ഹെ. ജാതീയ ഭാവം അതിൽ പ്രധാനമാണ്. ഇസ്മേ പ്രായഃ കോയി ബഡാ ജാതീയ സംഘർഷ ദർശായ ജാത്ത. പാശ്ചാത്യരുടെ കാഴ്ചപ്പാടിൽ മഹാകാവ്യത്തിൽ വലിയ ജാതീയ സംഘർഷങ്ങളൊക്കെ നടക്കാറുണ്ട്. इसका विषय परंपरा से प्रतिष्ठित और लोकप्रिय होता है. അവർ പറയുന്നത്, പാശ്ചാത്യർ പറയുന്നത് മഹാകാവ്യത്തിലെ വിഷയം പരമ്പരാഗതമായിട്ട് പേരെടുത്തതും അതുപോലെ ഒരുപാട് ജനപ്രീതിയുള്ളതുമായിട്ടുള്ള ഏതെങ്കിലും കഥയായിരിക്കണം. ഇസ്കെ പാത്ര ശൗര്യഗുണ വാലേ ഹോത്തെ ഹേ. ഇതിലെ കഥാപാത്രങ്ങൾ ശൗര്യഗുണ സമ്പന്നരായിരിക്കണം. അവർ ഇൻകാ സമ്പർക്ക് ദേവതാവും സേ ഭി രഹത്താ ഹേ. ഈ കഥാപാത്രങ്ങൾക്ക് ദേവന്മാരോട് ഒരു അടുപ്പവും ഉണ്ടാവും. ദേവന്മാരിൽപ്പെട്ട ഏതെങ്കിലും ആയിരിക്കും.
इसमें नायक को लेकर सारी കഥ ഏക സൂത്ര में बंधी रहती है. നായകനാണ് സെൻട്രൽ കഥാപാത്രം. അതിനെ ചുറ്റിപ്പറ്റി എല്ലാ കഥകളും ചുറ്റപ്പെട്ടിരിക്കും, ബന്ധിക്കപ്പെട്ടിരിക്കും. इसमें एक ही छंद का प्रयोग होता है. ഇതിൽ ഒരൊറ്റ വൃത്തം മാത്രമേ ഉണ്ടാവുള്ളൂ. इसकी शैली में एक प्रकार की शालीनത रहती है. ശൈലിയിൽ ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ടാവും. ഇനി महाकाव्य का आधुनिक रूप. महाकाव्य के प्राचीन और आधुनिक संदर्भों आदर्शों में थोड़ा अंतर पाया जाता है. മഹാകാവ്യത്തെ സംബന്ധിച്ചുള്ള പ്രാചീനവും അതുപോലെ മോഡേൺ ആയിട്ടുള്ള ആദർശങ്ങൾ, പ്രാചീന ആദർശങ്ങളും ആധുനിക ആദർശങ്ങളിൽ തമ്മിൽ അല്പം വ്യത്യാസം കാണപ്പെടുന്നു. ആധുനിക മഹാകാവ്യ പ്രാചീന മഹാകാവ്യക്കെ സമാൻ ബൃഹത് ആകാർ കെ നഹി ഹോത്തെ. ഇന്നത്തെ ഈ മോഡേൺ ആയിട്ടുള്ള മഹാകാവ്യങ്ങൾ പ്രാചീന മഹാകാവ്യത്തെ പോലെ വിശാലമായിട്ടുള്ള ആകൃതിയുള്ളതല്ല. അതായത് പണ്ടത്തത് 1000-2000 പേജുകളുണ്ടെങ്കിൽ ഇന്ന് അത്ര ഉണ്ടാവണമെന്നില്ല. 100-500 കൊണ്ട് ഒരു മഹാകാവ്യം അവസാനിപ്പിക്കും. അബ് മംഗളാചരൺ ആദിക്ക് ആവശ്യകത നഹി സമച്ചി ജാതി ഹെ. പണ്ടാണെങ്കിൽ എന്താണ്, ഈ ഗ്രന്ഥം മഹാകാവ്യം എഴുതി പൂർത്തിയാക്കാൻ ദേവീദേവന്മാരുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യും, പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നത് ഇല്ല, ഇന്ന് അതിൻ്റെ ആവശ്യമില്ല. നായികയ്ക്ക് സമ്മതമേ ഭീ ശിഥിലത ആകെ. നായകൻ അങ്ങനെ ഉത്തമ കഥാപാത്രം തന്നെ ആവണമെന്നില്ല, ദേവന്മാർ തന്നെ ആവണമെന്നൊന്നുമില്ല. കാമായിനിമേ നായകത്വ മനൂഹെ ഫിർബി പ്രധാനത ശ്രദ്ധ നായിക കോ ദി ജാതി ഹെ. കാമായിനി എന്നുള്ള മഹാകാവ്യത്തിൽ നായകൻ മനുവാണ്. എന്നിരുന്നാലും ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം ശ്രദ്ധ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ആ കഥാപാത്രം നായികയായിട്ട് ആ കാമായിനി എന്നുള്ള കൃതിയിൽ, ജയശങ്കർ പ്രസാദിൻ്റെ മഹാകാവ്യമാണ് ഇത് കാമായിനി. അതിൽ മെയിൻ കഥാപാത്രം മനു ആണെങ്കിലും കുറച്ചുകൂടി പ്രാധാന്യം ആർക്കാണ്, അതിൽ നായികയായിട്ട് വരുന്ന ശ്രദ്ധ എന്നുള്ള കഥാപാത്രത്തിനാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം.